വി.ഡി. സതീശന്റെ കള്ളത്തിനെതിരെ മുനമ്പം നാളെ ആളിക്കത്തും. വി.ഡി. സതീശൻ അധികാരം ഏറ്റെടുത്തിട്ട് 10 ദിവസം തികയുകയാണ് നാളെ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കും. അതായത് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന 400 ഏക്കറോളം വരുന്ന ഭൂമിയിലെ പ്രശ്നങ്ങൾ ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം തന്നെ പരിഹരിക്കുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ആ പ്രസംഗം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എന്നാൽ വി.ഡി. സതീശൻ ഇപ്പോൾ പറയുന്നത് താൻ അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപായി വഖഫ് ബോർഡ് 8ന്റെ പണി തന്നിരിക്കുകയാണ് എന്നാണ്. എന്താണ് സതീശൻ പറയുന്നതിലെ വാസ്തവം എന്ന് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് ഭേദഗതി നിയമം പാസാക്കിയതിനു ശേഷം പറഞ്ഞൊരു കാര്യം, മെയ് 17 മുൻപായി എല്ലാ വഖഫ് ഭൂമികളും ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്താണ് ഉമീദ് പോർട്ടൽ? യൂണിഫൈഡ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഉമീദ് പോർട്ടൽ. ഈ ഉമീദ് പോർട്ടലിൽ എല്ലാ തരത്തിലുള്ള വഖഫ് ഭൂമിയും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് വഖഫ് ബോർഡ് നേരിട്ട് ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, മുത്തവല്ലി മുഖാന്തരം വേണം അവിടെ രജിസ്റ്റർ ചെയ്യാൻ. എന്നാൽ ഇവിടെ മുനമ്പത്ത് ചെയ്തിരിക്കുന്നത് മുത്തവല്ലിയല്ല, മറിച്ച് വഖഫ് ബോർഡ് നേരിട്ടാണ്. അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് വഖഫ് ബോർഡ് നേരിട്ട് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ മുനമ്പത്തെ 400 ഏക്കർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന് 10 മിനിറ്റ് വേണ്ട, 10 സെക്കൻഡ് കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാം. ഉദാഹരണമായി യു.പിയിൽ യോഗി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുൻപാകെ 31,328 രജിസ്ട്രേഷൻ വന്നു വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ ആ രേഖകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. അദ്ദേഹം സെക്കൻഡിനകം തന്നെ ഈ 31,328 രജിസ്ട്രേഷനും റദ്ദാക്കി. അത്തരത്തിൽ ഒരു വിവേചന അധികാരം സതീശനെടുത്താൽ ഈ പ്രശ്നത്തിന് 10 മിനിറ്റ് അല്ല, 10 സെക്കൻഡ് പോലും വേണ്ട. പക്ഷേ എന്തുകൊണ്ടാണ് സതീശൻ അത്തരമൊരു നിലപാട് എടുക്കാത്തത് എന്നതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നത്. സതീശന് പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ അജണ്ടയുണ്ട്, സതീശന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുണ്ട്, സതീശന് പിന്നിൽ SDPIയുടെ അജണ്ടയുണ്ട്. ഇവരുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് സതീശൻ ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നത്. വഖഫ് ബോർഡ് 8ന്റെ പണി തന്നിരിക്കുന്നു, മുൻ സർക്കാർ 8ന്റെ പണി തന്നിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക അജണ്ടയുടെ ആ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സതീശൻ ഇപ്പോൾ ഈ ഉരുണ്ടുകളി നടക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു പറഞ്ഞില്ലേ. ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ. ഇപ്പൊ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാ അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെന്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെന്റിന് അതിന്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ?
പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായ തീരുമാനമെടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവിടെ അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതിൻ്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിന്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ UP സർക്കാർ ചെയ്തതുപോലെ വിവേചന അധികാരം ഉപയോഗിച്ച് 1-2 സെക്കൻഡിനകം തന്നെ സതീശന് 10 സെക്കൻഡ് പോലും വേണ്ട, അതിനു മുൻപ് തന്നെ ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഉഴപ്പുകയാണ്. എന്താണ് ഉഴപ്പുന്നത് എന്നതിന്റെ പിന്നിലാണ് ഈ യാഥാർത്ഥ്യം ഒളിച്ചിരിക്കുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ തെരുവിലിറങ്ങിയ അതേ തീവ്രവാദ ശക്തികൾ തന്നെ ഇതാ ഈ മുനമ്പം പ്രശ്നത്തിന്റെ പിന്നിലും സതീശനെ സമ്മർദ്ദത്തിലാക്കുന്നു. ആ സമ്മർദ്ദം കാരണമാണ് സതീശന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാവാതെ നിൽക്കുന്നത്. നാളെ സതീശനെതിരായിട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. പുലിമുട്ട് പരിസരത്ത് മുതൽ വേളാങ്കണ്ണി പള്ളി ജംഗ്ഷൻ വരെ തീ കൊളുത്തി പ്രകടനമാണ്, പന്തം കൊളുത്തി പ്രകടനമാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി സതീശന്റെ ഈ കള്ളത്തിനെതിരെ നടത്താൻ പോകുന്ന ഉജ്ജ്വലമായ സമരം. എന്തുകൊണ്ടാണ് സതീശൻ UP സർക്കാർ ചെയ്തതുപോലെ, യോഗി ആദിത്യനാഥ് ചെയ്തതുപോലെ സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനാവാത്തത് എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് വഖഫ് ബോർഡ് നേരിട്ട് ഇത്തരം ഒരു രജിസ്ട്രേഷൻ നടത്തിയത്? മുത്തവല്ലിയെ മറികടന്നുകൊണ്ട് അങ്ങനെ വഖഫ് ബോർഡിന് നേരിട്ട് നിയമനം നടത്താൻ കഴിയുമോ? അത് നിയമവിരുദ്ധമല്ലേ? അത് പരിശോധിക്കേണ്ടതല്ലേ സതീശ? ഇത്തരം കാര്യങ്ങളെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് വഖഫ് ബോർഡ് 8ന്റെ പണി തന്നിരിക്കുന്നു പോയി. ഇനി അഥവാ വഖഫ് ബോർഡ് താങ്കൾക്ക് പണി തന്നു എന്ന് വിചാരിക്കുക, ആ പണിക്ക് മറുപണി നടത്താൻ വേണ്ടിയിട്ടാണ് താങ്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അല്ലാതെ അവിടെ നിസ്സംഗനായി നിൽക്കാനല്ല. വഖഫ് ബോർഡിനെതിരായിട്ട് മറുപണി കൊടുക്കൂ സതീശ, അങ്ങനെയാണ് വേണ്ടത്. അതിനാണ് താങ്കളെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ജനങ്ങൾ അവരോധിച്ചത്. എന്തായാലും മുനമ്പം ഭൂസമരം കത്തുകയാണ്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പന്തം കൊളുത്ത് പ്രകടനം നടത്തുന്നു. സതീശന്റെ കള്ളത്തിന് എതിരായിട്ട് കൂടിയാണ് ഈ സമരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.